പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തരുണിനെ പറഞ്ഞ് മനസ്സിലാക്കാണ് അമ്മ. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിന് അവളുടെ സാന്നിധ്യം ആവശ്യമാണ്. കുറച്ച് ദിവസമെങ്കിലും കുഞ്ഞിന് മുലപ്പാൽ നൽകാനാണ് ഡോക്ടർ പറഞ്ഞത്. നമുക്കിപ്പോൾ ആവശ്യമല്ലേ മോനെ? അവൾക്ക് ഒരു തുണയാവും. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട അവൾക്ക് അമ്മ പറഞ്ഞതിനപ്പുറം എനിക്ക് മറ്റൊരു അഭിപ്രായമില്ലല്ലോ. എന്തായാലും ആരാരുമില്ലാത്തവളല്ലേ, കൂടെ പോന്നോട്ടെ എന്ന് തരുണ് സമ്മതിക്കാണ്. അങ്ങനെ സന്തോഷത്തോടെ അമ്മ വേദയോട് പറയുന്നുണ്ട്, നീ പോവാ, പെട്ടെന്ന് റെഡി ആയിക്കോ. അങ്ങനെ കാറിൽ കയറി അവരുടെ വീട്ടിലേക്ക് പോവാട്ടോ. വേദയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി തരുണ് സ്വന്തം മടിയിൽ വെക്കുമ്പോൾ വേദനയ്ക്ക് ചെറിയ വല്ലായ്മ തോന്നാണ്. താൻ ആരുമല്ല, തൻ്റെ കുഞ്ഞിനെന്ന് അവൾക്ക് തോന്നിപ്പോവാണ്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴും തരുണ് കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് രാധികയും അവനും താമസിച്ചിരുന്ന ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട്. രാധികയുടെ ഫോട്ടോക്ക് മുമ്പിൽ വന്ന് കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് അവൻ സങ്കടപ്പെട്ട് നിൽക്കായിരിക്കും. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അമ്മയ്ക്കും വേദയ്ക്കും വല്ലാതെ സങ്കടമാവാട്ടോ. ഈ ഒരു ഡിപ്രഷനിൽ നിന്ന് തരുണിനെ മോചിപ്പിക്കാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് തന്നെ അമ്മയ്ക്കും വേദയ്ക്കും അറിയാം. അങ്ങനെ വീട്ടിലെത്തിയ തരുണ് കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കാൻ റൂമിൽ തൊട്ടിക്കെട്ടി അതിൽ ആ കുഞ്ഞിനെ കിടത്തുന്നുണ്ട്. വേദയുടെ കൂടെ കിടന്നോട്ടെ മോനെ എന്ന് പറയുമ്പോൾ അത് വേണ്ട, കുഞ്ഞ് എൻ്റെ കൂടെ കിടന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെടുത്തോണ്ട് പോകുമ്പോൾ വേദയ്ക്ക് വല്ലായ്മ തോന്നാ, വല്ലാതെ സങ്കടമാവുന്നുണ്ട്. കുഞ്ഞിനെ രാത്രി പോലും അയാളുടെ റൂമിലാട്ടോ കിടത്തുന്നത്. മോളെ സാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അമ്മ അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ്. കുഞ്ഞ് കരഞ്ഞ് വിശന്ന് കരയുമ്പോൾ മാത്രമാണ് വേദയ്ക്ക് കുഞ്ഞിനെ തരുണ് നൽകുന്നത്. അങ്ങനെ തരുണ് കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് വേദ നിൽക്കുക. ആ സമയത്ത് അവൾക്കത് വിക്രമാണെന്ന് തോന്നാട്ടോ. വളരെ ചിരിച്ചുകൊണ്ട് തന്നെ അവൾ ആ കാഴ്ച കണ്ടു നിൽക്കാണ്. അച്ഛൻ്റെ പൊന്നുമോളെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് തരുൺ ആ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നുണ്ട്. അങ്ങനെ വിക്രം കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതായിട്ടും വിക്രം അവളെ നോക്കുന്നതായിട്ടൊക്കെ വേദയ്ക്ക് അങ്ങനെ തോന്നുന്നത്. അത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ വേദ ആ കാഴ്ച കണ്ട് നിൽക്കായിരിക്കും. അതിനുശേഷം കാണിക്കുന്നത് ജയിലിൽ തനിച്ചിരിക്കുന്ന വിക്രമിനെയാണ്. രാഘവേട്ടന് റിലീസാവുന്ന ദിവസമായിരിക്കും. യാത്ര പറഞ്ഞ് രാഘവേട്ടൻ ഇറങ്ങുക. നീ പുറത്തിറങ്ങുമ്പോൾ എന്തായാലും എന്നെ വിളിക്കണം എന്ന് രാഘവേട്ടൻ വിക്രമിനോട് പറയുമ്പോൾ, ഞാൻ എന്ന് പുറത്തിറങ്ങാനാണ്, അധികം വൈകാതെ നീയും പുറത്തിറങ്ങുമെന്ന് പറഞ്ഞ് അയാളും അവനും കൂടെ ഹഗ് ചെയ്തതിന് ശേഷം അയാൾ വിഷമത്തോടെ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന വേദിയെയും അമ്മയെയാണ്. അങ്ങനെ അവർ കുഞ്ഞിനെ കൊഞ്ചിച്ചും ലാളിച്ചും കുളിപ്പിച്ചുകൊണ്ടിരിക്കായിരിക്കും. ആ സമയത്ത് അവിടേക്ക് തരുൺ വരുന്നുണ്ട്. ദേ കുഞ്ഞിന് ഞാൻ ഒരു കാൽത്തള വാങ്ങിയിട്ടുണ്ട്, പാദസാരം വാങ്ങിയിട്ടുണ്ട്. പാദസാരമല്ല വാങ്ങേണ്ടത്, കാൽത്തളയാണ്. നൂൽക്കെട്ട് ചടങ്ങിനന്ന് 28ാം ദിവസം എന്ന് പറയാട്ടോ. നീ എന്താ തരുണേ, നിനക്ക് ജോലിയൊന്നുമില്ലേ? ഞാൻ കുറച്ച് നാൾ ലീവ് എടുത്തെന്ന് തരുണ് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു തരുണിൻ്റെ കുഞ്ഞിനോടുള്ള ആ ഒരു അത്രയും വാത്സല്യം സ്നേഹമൊക്കെ കാണുമ്പോൾ വേദക്കും അമ്മയ്ക്കും തോന്നുക താൻ ചെയ്തത് തെറ്റായ തീരുമാനമാണോ എന്ന് വേദക്ക് തോന്നുന്നുണ്ട്. ഈ കാര്യം അമ്മയോട് പറയുന്നുണ്ട്. അമ്മേ, അന്നെടുത്തത് ഞാൻ തെറ്റായ തീരുമാനമാണോ എന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഒരു പാവം മനുഷ്യനെ നമ്മൾ രണ്ടുപേരും കൂടെ പറ്റിക്കുകയല്ലേ. സ്വന്തം മകളല്ലെന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വേദനിക്കില്ലേ. അങ്ങനെ എല്ലാം തരുണിനോട് പറയണമെന്ന് ഉറപ്പിച്ച് വേദ അയാളുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാൽ അവിടെ കണ്ട കാഴ്ച അത് അന്നേതിയെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. തൊട്ടിക്കരികിൽ നിന്ന് തരുൺ കുഞ്ഞിനോട് സംസാരിക്കാണ്. തൻ്റെ നെഞ്ചിലെ കുഞ്ഞിൻ്റെ കുഞ്ഞിക്കാല് പച്ച കുത്തിയതും കാണിച്ചു കൊടുക്കുമ്പോൾ നെട്ടലോടെ തരുണിനെ റൂമിലേക്ക് തന്നെ നോക്കി നിൽക്കാട്ടോ വേദ. അങ്ങനെ വേദക്ക് സത്യങ്ങളൊന്നും തുറന്നു പറയാനാവാതെ വേദ പുറത്തേക്ക് കരഞ്ഞോണ്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ വേദക്കരികിൽ വന്ന് തരുൺ പറയും, കുഞ്ഞ് നല്ല ഉറക്കാണ്, കുഞ്ഞ് കഥകൾ കേട്ടോണ്ടാണ് ഉറങ്ങിയത്. അതുകൊണ്ട് ആ കഥകൾ അവളുടെ മനസ്സിൽ എന്നും ഉണ്ടാവും. ഞാൻ നാട്ടിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു മാഷുണ്ടായിരുന്നു, സുധാകര മാഷാണ്, കണക്ക് മാഷ്. അദ്ദേഹം പഠിപ്പിച്ചതൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല. സുധാകര മാഷ് പഠിപ്പിച്ചതാണ് തരുണി എന്ന വിവരം വേദ അറിഞ്ഞപ്പോൾ വേദക്ക് ചെറിയൊരു നടൽ അനുഭവപ്പെടുന്നുണ്ട്. പിന്നീട് ആ മാഷിനെ ഞാൻ കണ്ടിട്ടു പോലുമില്ല. അതുപോലെ ആ ഒരു മാഷിൻ്റെ ഓർമ്മകളും എൻ്റെ മനസ്സിൽ നിന്ന് പോകത്തില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എൻ്റെ മകൾ നല്ല കാര്യങ്ങളും കേട്ടും കണ്ടും വളരണം, ഒരിക്കലും ചീത്ത കാര്യങ്ങളൊന്നും എൻ്റെ
മകൾ കാണാൻ ഇടയാവരുത്, മോള് അവിടെ കിടന്ന് ഉറങ്ങട്ടെ, ഇനി ഉണർത്താനൊന്നും പോവണ്ട, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മോൾ ഉണരൂ എന്ന് പറഞ്ഞുകൊണ്ട് പോവാ. വേദക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തരനോട് എങ്ങനെ സത്യം പറയും? ഇത്രയേറെ മകളെ നെഞ്ചിലേറ്റിയ അദ്ദേഹത്തോട് ഞാൻ എങ്ങനെ പറയും? മോളെ, നീ തരനോട് സത്യം പറഞ്ഞോ എന്ന് ചോദിച്ചോണ്ട് അമ്മ വരുന്നുണ്ട്. ഇല്ലമ്മേ, എനിക്ക് പറയാൻ കഴിഞ്ഞില്ല. സ്വന്തം മകളുടെ പാടാണ് നെഞ്ചിൽ പച്ച കുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഞാൻ എങ്ങനെ സത്യം പറയാനാ? അതും പറഞ്ഞുകൊണ്ട് അമ്മയും കെട്ടിപ്പിടിച്ച് വേദ പൊട്ടിക്കരയാണ്. പിറ്റേ ദിവസം ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. വേദയും കുഞ്ഞും അമ്മയും തരുണും കൂടെ. അന്നേരം ഡോക്ടർ ചോദിക്കുന്നുണ്ട്, തരുണിനെ എല്ലാം സത്യങ്ങൾ അറിയിച്ചോ? ഇല്ല ഡോക്ടറെ, സ്വന്തം മകളുടെ കാൽപ്പാട് നെഞ്ചിൽ പച്ചക്കുത്തി എന്നൊക്കെ പറയുമ്പോൾ ഇതെങ്ങനെ തിരഞ്ഞെടുക്കും? വിശ്വസിക്കുമോ? ഇതിപ്പോൾ വലിയ ഡേഞ്ചറാണല്ലോ. ഡോക്ടർ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പറയണം. അധിക കാലം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിച്ചിട്ട് സത്യങ്ങളൊക്കെ പറയണം. അധികം വൈകാതെ പറയാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ വേദിയും കുഞ്ഞുമായി അമ്മ ആ ഒരു ഡോക്ടർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് 2 ഗുണ്ടകളെ കാണുന്നത്. അവർ വേദിയെ ഫോളോ ചെയ്ത് വരാ. അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തോണ്ട് വേദ പെട്ടെന്ന് അവിടെ നിന്ന് പോവാൻ പറയുന്നുണ്ട്. എന്താ എന്ന് ചോദിക്കാണ്. അങ്ങനെ അവിടെ വെച്ച് വേദയെ ആക്രമിക്കാൻ വന്ന ഈ 2 ഗുണ്ടകളെയും തരുൺ കൈകാര്യം ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കാൻ കേട്ടോ. അങ്ങനെ വേദ ഓടിയെന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങുന്നുണ്ട്. ആ സമയം തരുൺ ചോദിക്കുന്നുണ്ട്, അല്ല, നിങ്ങളെ ആദ്യം മുതലേ കണ്ടപ്പോൾ എനിക്കെന്തോ പന്തികേട് തോന്നിയിരുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേദ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ അതിനുശേഷം അവരൊരു അമ്പലത്തിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് പറയുന്നുണ്ട്, വിക്രം പറയുന്നുണ്ട്, തരുൺ പറയുന്നുണ്ട്, എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഗുണ്ടകളുടെ അക്രമമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എൻ്റെ രാധിക എനിക്ക് നഷ്ടപ്പെട്ട്. എൻ്റെ മോളെ ഇങ്ങനൊരു രീതിയിൽ നിന്ന് എനിക്ക് വളർത്താൻ പറ്റില്ല. അവളെ ഭാവി കൂടെ നോക്കണമല്ലോ. ഇങ്ങനെ ഓരോ ഗുണ്ടകൾ നിങ്ങളുടെ പുറകെ വരുമ്പോൾ അതെൻ്റെ മോളെ പോലും ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാണ്. എന്നാൽ അമ്മ മാറ്റി നിർത്തി തരുണിനോട് ചോദിക്കുന്നുണ്ട്, അവളെ ഈ വഴിയിൽ ഉപേക്ഷിക്കണോ? ആശ്രയം തേടി നമ്മൾ അരികിലേക്ക് വന്നതല്ലേ. ആ കുട്ടിയെ അങ്ങനെ എന്തെങ്കിലും ഇതിന് പരിഹാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്, അല്ലാതെ പാതി വഴിയിൽ അവളെ ഉപേക്ഷിക്കുകയാണോ മോനെ വേണ്ടത് എന്നൊക്കെ ചോദിക്കാട്ടോ. തൽക്കാലം അവൾ നമ്മുടെ കൂടെ തന്നെ നിന്നോട്ടെ എന്ന് തരുൺ വീണ്ടും സമ്മതിക്കണം. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും വീട്ടിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ തരുൺ വേദയോട് പറയുന്നുണ്ട്, മുന്നറിയിപ്പ് പോലെ എന്തെങ്കിലും സത്യങ്ങളൊക്കെ എന്നോട് പറയേണ്ടി വരും. തൽക്കാലം ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, അങ്ങനെ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് തരുൺ കാറിൽ പോയി ഇരിക്കാണ്. അതിനുശേഷം കോടതി മുറിയാണ് കാണിക്കുന്നത്. കോടതി മുറിയിൽ വിക്രമിനെ ചോദ്യം ചെയ്യാണ്. വിക്രമിന് തെളിവായിട്ടുള്ള ആളുകളെല്ലാം ചോദ്യം ചെയ്യുന്ന ദർശൻ. അങ്ങനെ വിക്രമിനെ വീണ്ടും ജയിലോട്ട് തന്നെ പോവേണ്ടി വരാണ്. അച്ഛനെ പിടിച്ചിങ്ങനെ സങ്കടം കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു കോടതി കാര്യങ്ങളിലൊക്കെ കണ്ട് അധികം വൈകാതെ തന്നെ സത്യമായിട്ടുള്ള വിധി വരും എന്ന പ്രതീക്ഷയിൽ തന്നെ മാഷും അച്ഛനും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് വീണ്ടും കാണുന്നത് ഒരു വേദ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കാൻ തരുൺ അത് നോക്കി നിൽക്കാട്ടോ. കുഞ്ഞ് കളിക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്നതൊക്കെയാണ് പിന്നീട് അവിടെ കാണിക്കുന്നത്.